സുപ്രീം കോടതിയിൽ തുടരുന്ന CHR കേസിൽ സംസ്ഥാന സർക്കാരിന്റെ മെല്ലപ്പോക്ക് നയം അന്തിമ തീരുമാനം വൈകാൻ കാരണമാകുന്നതായി നിയമവിദഗ്ധർ. സുപ്രീം കോടതിയുടെ CHRലെ പട്ടയവിലക്ക് മറികടക്കാൻ പോലും സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായില്ലെന്ന് കർഷക സംഘടനകൾ ആരോപിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബർ 24-നാണ് CHRൽ പട്ടയം നൽകുന്നതിന് സുപ്രീം കോടതി വിലക്കേർപ്പെടുത്തിയത്. CHR വനമാണെന്നും ഇവിടെ നൽകിയിട്ടുള്ള പട്ടയങ്ങളും പാട്ടങ്ങളും റദ്ദാക്കി ഭൂമി ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പരിസ്ഥിതി സംഘടന 2 പതിറ്റാണ്ട് മുൻപ് നൽകിയ ഹർജിയിലെ തുടർ നടപടികളുടെ ഭാഗമായാണ് കോടതി പട്ടയവിലക്കേർപ്പെടുത്തിയത്. എന്നാൽ അന്ന് ഇതിനെതിരെ സർക്കാർ അഭിഭാഷകൻ എതിർപ്പുന്നയിച്ചില്ല. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ എതിർ സത്യവാങ്മൂലം നൽകി വിലക്ക് നീക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഡിസംബറിൽ കേസ് പരിഗണിച്ചപ്പോഴും അതുണ്ടായില്ല. പിന്നീട് ഇതുവരെ സുപ്രീം കോടതി കേസ് പരിഗണിച്ചിട്ടില്ല. ഒരു വർഷക്കാലമായി ഇടുക്കി ജില്ലയിലെ എல்லை പട്ടയം നൽകുന്നത് ഹൈക്കോടതി തടസ്സപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ 6 മാസക്കാലമായി 93-ലെ ചട്ടപ്രകാരം കൊടുക്കേണ്ടുന്ന പട്ടയ നടപടി സുപ്രീം കോടതിയും തടഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ കോടതിയിൽ സർക്കാർ എടുത്ത നിലപാടിലുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ച നിലനിൽക്കെ തന്നെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ട കോടതി ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഇത് കുറ്റകരമായ അനാസ്ഥയാണ്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞ് ജില്ല ഒട്ടാകെ പ്രകടനങ്ങളും പ്രതിഷേധിക്കുന്നവരെ കുറ്റക്കാരാക്കി മാറ്റുന്ന പ്രവണത അവസാനിപ്പിച്ച് ഇടുക്കിയിലെ LDF നേതൃത്വം ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇക്കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച ഇടത് ഗവൺമെൻറ്റിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അടിയന്തരമായി ഈ കേസിൻ്റെ വസ്തുതകൾ കോടതിയിൽ ബോധ്യപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 1964-ലെ ഭൂപതിവ് ചട്ടപ്രകാരമുള്ള പട്ടയ വിതരണം 2024 ജനുവരി 10-ന് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയതോടെ ഫലത്തിൽ ജില്ലയിലെ പട്ടയ വിതരണം പൂർണ്ണമായും നിലച്ച സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിൽ ജില്ലയിലെ CHR മേഖലയിലെ പട്ടയ നടപടികളെങ്കിലും പുനരാരംഭിക്കാൻ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ മെമ്മോ ഫയൽ ചെയ്ത് കേസ് പരിഗണിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിക്കുമ്പോൾ ഇത് 2009-ൽ ഇതേ കോടതി തന്നെ അനുവദിക്കപ്പെട്ട കേസാണെന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത് സ്റ്റേയിലേക്ക് പോകില്ലായിരുന്നു. ആ കാര്യത്തിൽ ഗവൺമെൻറ് ഭാഗം ഗുരുതരമായ വീഴ്ച തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹൈക്കോടതിയിൽ ഒരു കേവലം 71-ന് മുമ്പ് എന്നുള്ള കൈവശക്കാരെന്നുള്ള അംഗീകരിക്കപ്പെട്ടത് സർക്കാർ നയമാണ്. അതിനുള്ള അവകാശം കേരള സർക്കാരിനുണ്ട്. ആ ഉണ്ടെന്നുള്ള ബോധ്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ കുറ്റകരമായ പരാജയമാണ് ഗവൺമെൻറ് ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇവിടെ ലാൻഡ് രജിസ്റ്ററിൽ പേര് ഉള്ള കൈവശം എന്ന് 71-ന് മുമ്പ് കൈവശം രേഖപ്പെടുത്തവർക്ക് മാത്രമേ പട്ടയം നൽകുന്നുള്ളൂ എന്നുള്ള കാര്യവും കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വേണ്ടത്ര ഗൗരവം കാണിക്കാതെ ഇനിയും മുന്നോട്ട് പോകുന്നത് ഈ ജനതയോടുള്ള കടുത്ത വഞ്ചനയായി കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതിന് ശക്തമായ പ്രതികരണങ്ങളുമായി കർഷക സംഘടനകൾ രംഗത്ത് വരും എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പട്ടയം നൽകാനാകാതെ സാഹചര്യം വ്യക്തമാക്കി സർക്കാർ റിവ്യൂ പെറ്റീഷൻ നൽകിയാൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് നിയമവിദഗ്ധരും പറയുന്നത്. 1986-ൽ CHRൽ ഉൾപ്പെടുന്ന 20,363.159 ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇതിനെതിരെ പരിസ്ഥിതി സംഘടന ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധിയുണ്ടായില്ല. തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു. 2009-ൽ ഹൈക്കോടതി വിധി അംഗീകരിച്ച സുപ്രീം കോടതി CHR മേഖലയിൽ പട്ടയം നൽകാൻ അനുമതി നൽകി. സർക്കാർ അഭിഭാഷകന് ഇക്കാര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതാണ് ഇപ്പോൾ വീണ്ടും പട്ടയവിലക്കിന് കാരണമായതെന്നാണ് ആക്ഷേപം.